കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ യാത്രയെക്കുറിച്ചാണ്. നമ്മൾ ഈ KSRTCയെ കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പരാധീനതകളും പണ്ടപ്പരപ്പും മാത്രമേ കേൾക്കാറുള്ളൂ. ശമ്പളം കിട്ടുന്നില്ല, നഷ്ടത്തിലാണ്. പക്ഷേ KSRTC നടത്തുന്ന ഒരു ബജറ്റ് ടൂറിസമുണ്ട്, ആഭ്യന്തര യാത്രകൾ. കണ്ണൂരിൽ തന്നെ 2.5 വർഷം കൊണ്ട് 10,000 പേർ യാത്ര ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഓരോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും. പണ്ട് വിനോദസഞ്ചാരം എന്ന് പറഞ്ഞൊരു അപ്പർ ക്ലാസ്സിന് മാത്രം പ്രാപ്യമായിരുന്ന ഒന്നാണ്. ഇന്ന് സാധാരണക്കാരിൽ സാധാരണക്കാർ വരെ ജീവിതം ആസ്വദിക്കുന്നു. പണ്ട് പണിയെടുക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതായിരുന്നു നമ്മുടെ സങ്കല്പം. അതിനപ്പുറത്തേക്ക് ഒരു യാത്രയെക്കുറിച്ച്, ഒരറിവിനെക്കുറിച്ച്, ലോകത്തറിയാനുള്ള ശ്രമത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. നമ്മളെ ആ ലോകത്തേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരണ നൽകിയത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങൾ വന്നപ്പോഴാണ് നിന്നിടത്ത്, ഇറങ്ങിയെടുത്ത് തന്നെ നിൽക്കാതെ യാത്ര ചെയ്യണം, ലോകമറിയണം എന്ന് നാം പഠിച്ചത്, നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന് കുടുംബശ്രീയിലൂടെ സാധാരണ വീട്ടമ്മമാർ വരെ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ വലിയ വിനോദസഞ്ചാര സാധ്യതകളാണുള്ളത്. അത് കൃത്യമായി കണ്ടെത്തി KSRTC വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ നാട്ടുകാരെ പ്രകൃതി രമണീയമായ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അവരോടൊപ്പം ചേരുന്നു, നല്ല ഭക്ഷണം നൽകുന്നു, നല്ല യാത്രാ അനുഭവങ്ങൾ നൽകുന്നു. അപ്പോൾ KSRTCയുടെ ആ ബജറ്റ് യാത്രകളിലൂടെ ഒരു സഞ്ചാരമാണ് നേർരേഖ ഈ എപ്പിസോഡിൽ നടത്തുന്നത്. ഇപ്പോൾ വളരെ പ്രഗത്ഭരായ 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ തൻസീർ. അദ്ദേഹം ഇതിൻ്റെ ഒരു കോർഡിനേറ്ററാണ്. അതോടൊപ്പം ഈ യാത്രയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു റിട്ടയർഡ് അധ്യാപകൻ M. ജയപ്രകാശ്. കൂടെ നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് രമേഷ് കുമാർ. അദ്ദേഹം നോംറ്റ എന്ന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹവും ഈ ടൂറിസം രംഗത്ത് സമഗ്രമായ സംഭാവനകളാണ് നൽകി വരുന്നത്. ഇനി ഒരു വേനൽക്കാല അവധിയിലേക്കും ആഘോഷത്തിലേക്കും നമ്മൾ കടക്കുകയാണ്. എല്ലാവരും യാത്രകൾ പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സുന്ദരമായ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളും നാം കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുന്നോടിയായി നമ്മുടെ ചുറ്റുപാടും വിദേശത്തെ വെല്ലുന്ന രീതിയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. പ്രകൃതി രമണീയമായ വിഭവസമൃദ്ധമായ പല തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ കിട്ടുന്ന പ്രദേശങ്ങളുണ്ട്. നാടൻ ഭക്ഷണങ്ങൾ മുതൽ ഏറ്റവും 7 സ്റ്റാർ ഭക്ഷണം വരെ ലഭിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൂടെയൊക്കെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് തൻസീറിൽ നിന്ന് തുടങ്ങാം. തൻസീർ, നമ്മളെപ്പോഴും ഈ KSRTC യാത്രകളെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു യാത്ര, ഈ KSRTC ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഈ ആശയം ആരിൽ നിന്നാണ് ഉണ്ടായത്? ഈ ഒരു ആശയം ആദ്യമായിട്ട് പങ്കുവെച്ചത് ചാലക്കുടി ഡിപ്പോയിൽ നിന്നാണ്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ എന്ന ഓർഡിനറി സർവീസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഫുൾ ടീം ചാർട്ടേഡായിട്ട് മലക്കപ്പാറ പാക്കേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സർവീസ് നടത്താൻ പറ്റുമോ ചാലക്കുടി ഡിപ്പോയിൽ നിന്ന്. അങ്ങനെ അവിടുത്തെ ഒരു ഓഫീസർക്ക് അത് ഒരു ആശയമായിട്ട് ഉൾക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ഒരു ചാർട്ടേഡ് ട്രിപ്പ് എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആശയം അവിടുന്ന് എത്ര കിലോമീറ്ററാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ഏകദേശം 90 കിലോമീറ്ററാണ്. അപ്പോൾ ഈ മലക്കപ്പാറയിലേക്കുള്ള യാത്രയിലൂടെയുള്ള ഒരു ജംഗിൾ സഫാരിയാണ് അതിൻ്റെ ഫീലിംഗ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ടീം അന്ന് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സാധ്യത മനസ്സിലാക്കി എല്ലാ ആഴ്ചയും ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ചാർട്ടേഡ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്തു. എത്ര വർഷം മുമ്പാണ് തുടങ്ങുന്നത്? 3 വർഷം മുന്നേ. അപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ ആ ഒരു ടൈമിൽ തന്നെയാണ്. അപ്പോൾ കോവിഡ് ഏകദേശം കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് നമ്മുടെ കണ്ണൂർ ഡിപ്പോയിൽ ഈ ആശയം കൊണ്ടുവന്നത്. എന്താ പറയുക, ആദ്യം തന്നെ നമ്മൾ കോവിഡിൻ്റെ ആ ഒരു സ്പ്രെഡ് ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി എന്നിട്ട് എല്ലാവർക്കും റീഫണ്ട് ചെയ്തു. വയനാട്ടിലേക്ക്. നെടുമ്പോയിൽ വഴി വയനാട്ടിലേക്ക്, കണ്ണൂരിൽ നിന്ന്. ആദ്യ യാത്ര ബാണാസുര സാഗർ ഡാം, പൂക്കോട് ലേക്ക്, ഹണി മ്യൂസിയം, ലക്കിടി വ്യൂ പോയിന്റ്, എന്നൂർ ആദിവാസി പൈതൃകം, അങ്ങനെയാണ് ചാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ വളരെ എല്ലാവരും നിരാശരായി. കാരണം ആദ്യ യാത്ര തന്നെ റീഫണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. പക്ഷേ അതൊരു ഊർജ്ജമാണ് പിന്നീടാണ് മനസ്സിലായത്. കാരണം നമ്മൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണല്ലോ. പിന്നെ അത് ലോക്ക്ഡൗൺ കഴിഞ്ഞു, രണ്ടാമത്തെ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്ത് ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ 2 ബസ്സിനുള്ള ആളായി. വയനാട്ടിലേക്ക് തന്നെയാണ്. കാരണം ആദ്യ യാത്ര വയനാട്ടിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ആൾക്കാർ ഉൾക്കൊള്ളും എന്നുള്ളൊരു
പ്രശ്നമുണ്ട്. ഒന്നാമത് KSRTC നമ്മുടെ നിലവിലുള്ള ഒരു പ്രെജുഡൈസ് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് KSRTC എന്ന് പറഞ്ഞാൽ തന്നെ ആനവണ്ടിയാണ്, അത് എവിടെ നിൽക്കും എങ്ങനെ പോകുന്നു ആർക്കും പറയാൻ പറ്റില്ല. ആനവണ്ടി എന്നുള്ള ക്യാപ്ഷൻ തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത്. കാരണം ആനവണ്ടിയിൽ ഒരു ആനന്ദയാത്ര, കാരണം നമ്മൾ വലിയൊരു എക്സ്പെക്ടേഷൻ, ആനന്ദവണ്ടിയിൽ ഒരു ആനന്ദയാത്ര. അപ്പൊ ആനവണ്ടിയിൽ ഒരു ആനന്ദയാത്ര എന്നുള്ള ക്യാപ്ഷൻ തന്നെ കൊടുത്തത്. സാറ് പറഞ്ഞ പോലെ ആനവണ്ടി എന്നുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിനപ്പുറത്ത് ആനച്ചന്തം എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നത് പോസിറ്റീവാണ് നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിച്ചത്. അങ്ങനെ ആനവണ്ടിയിൽ ഒരു ആനന്ദയാത്ര എന്നുള്ളതാണ് കണ്ണൂർ ഡിപ്പോയുടെ ക്യാപ്ഷൻ തന്നെ. അങ്ങനെ ആദ്യ യാത്ര നമ്മൾ ക്യാൻസൽ ആയെങ്കിലും പിന്നീട് 1 മാസം കഴിഞ്ഞ് നമ്മൾ റീപ്ലാൻ ചെയ്ത് അപ്പോൾ 2 ബസ്സിനുള്ള ആളായി. പക്ഷെ നമ്മൾ 2 ബസ്സിന് ബുക്കിംഗ് എടുത്തില്ല. കാരണം 1 ബസ് ചെയ്ത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അറിഞ്ഞ് വളരെ പ്രൊഫഷണലായിട്ട്, കാരണം ഒറ്റയടിക്ക് നമ്മൾ 2 ബസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു. അത് വളരെ ആദ്യ ബസ് യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? 51 പേരുണ്ട്. 51 പേര്. നിങ്ങൾ ഫസ്റ്റ് ഇവിടുന്ന് ചായ കുടി എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു? 6 മണിക്ക്. 6 മണിക്ക്. അതെങ്ങനെയാ തുടക്കം? രാവിലെ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യോ അതേ പോകുന്ന വഴിക്കാണോ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തലപ്പുഴയിലാണ്, മാനന്തവാടിയിൽ. തലപ്പുഴയിൽ എങ്ങനെയാ അത് അറേഞ്ച് ചെയ്തത്? നമ്മൾ ആദ്യമേ ഇതിന് മുന്നേ ഞാനും നമ്മുടെ ഓഫീസറെല്ലാം പോയി ആദ്യമേ ഇത് കണ്ടെത്തി, ഏത് റെസ്റ്റോറൻറ്റുകൾ. അതും വളരെ പ്ലാൻഡ് ആയിരുന്നു. കാരണം സാധാരണ നമ്മളൊരു ഒരു കസ്റ്റമറിനെ പോലെ പോയിട്ട് 2-3 ഭക്ഷണം കഴിച്ചു. 2-3 റെസ്റ്റോറൻറ്റുകൾ പോയി കഴിച്ച് അവരുടെ ഹോസ്പിറ്റാലിറ്റിയും ഫുഡ് ക്വാളിറ്റിയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്തത്. നമ്മുടെ ഈ ടൂറിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ്. ഭക്ഷണം വലിയ ഘടകമാണ്, വളരെ വലിയ ഘടകമാണ്. കാരണം എല്ലാവരും എടുത്തു പറയുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി. അതിനകത്ത് കാണുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹൈജീനൊക്കെ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, നല്ല വൃത്തി വേണം, പിന്നെ ക്വാളിറ്റി ഫുഡാണ്. അപ്പൊ അത് നാടൻ വിഭവങ്ങളാണോ കൂടുതലും? സാധാരണ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അല്ലാതെ അറബിക് ഫുഡോ അതൊന്നല്ല. നമ്മൾ ഉച്ചഭക്ഷണം ആണെങ്കിൽ മീൽസ്, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, നൈറ്റ് ആണെങ്കിൽ ഗീ റൈസ്, ചിക്കൻ കറി. ഈ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എത്ര മണിക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്? 10:30 രാത്രി 10:00. ആ യാത്രയിലേക്ക് കൂടുതൽ കടക്കാം നമുക്ക്. ജയപ്രകാശ്, താങ്കൾ എപ്പോഴാണ് ഇതിനകത്ത് ആദ്യമായി ജോയിൻ ചെയ്യുന്നത്? ഞാൻ ആദ്യം വാഗമണിലേക്കാണ്. എപ്പോഴായിരുന്നു അത്? അതൊരു 2.5 വർഷത്തിന് മേലെയായിരുന്നു. 2.5 വർഷം മുമ്പ് വാഗമണിലേക്ക്. എന്താണ് ഈ വാഗമണിലേക്ക് ഈ KSRTC ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്ന് അവിടെ കിടക്കുവോ വണ്ടി? പക്ഷേ സാധാരണ ബസ്, സ്വകാര്യ ബസ് കിടന്ന ബസ് കണ്ടക്ടറും ക്ലീനറെല്ലാം കൂടി ടയർ മാറ്റും. KSRTC കിടന്ന ആള് വന്നിട്ടേ മാറ്റൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്, അനുഭവത്തിൽ തന്നെയുണ്ട്. ഈ വാഗമൺ ട്രിപ്പ് തന്നെ വണ്ടിക്ക് ഒരു പ്രശ്നം പറ്റിയിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഒരു മെക്കാനിക് അടക്കമാണ് അന്നത്തെ. അതും പറഞ്ഞ പോലെ ആദ്യകാലത്തുള്ള യാത്രയായതുകൊണ്ട് തന്നെ മെക്കാനിക്കിനെയും കൂടിയിട്ടാണ് ദീർഘയാത്രകളൊക്കെ പോയിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പ്രശ്നം വന്നപ്പോൾ മെക്കാനിക്ക് എന്താ പ്രശ്നം എന്ന് കണ്ടെത്തുകയും തൊട്ടടുത്ത KSRTCക്കുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഡിപ്പോയുടെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുണ്ട്. തൊട്ടടുത്ത ഡിപ്പോയിൽ എത്തിക്കുന്നു, അത് ക്ലിയർ ചെയ്യുന്നു, നമ്മൾ യാത്ര തുടരുന്നു. അങ്ങനൊരു ഗുണം KSRTC സംബന്ധിച്ചിടത്തോളം അനുഭവത്തിലുണ്ട്. ഈ വാഗമണിലേക്ക് നിങ്ങൾ പോകാൻ നിങ്ങൾ ഒറ്റക്കാണോ യാത്ര തുടങ്ങുന്നത്? ആദ്യ യാത്രയിൽ ഞാൻ ഒറ്റക്കായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയുന്ന ഞാൻ ഒറ്റക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുടുംബത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, പരിചയക്കാരും 1-2 പേര് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ആ യാത്രയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും കൂടെ കൂടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ആ യാത്രയുടെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു സുഹൃത്താണെങ്കിൽ അത് ഒരു സുഹൃത്തിൽ നിൽക്കുന്നില്ല. കാരണം അവരുടെ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കളായിട്ടും മാറുന്ന വലിയൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഇതുമൂലം എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപരിചിതമായിട്ടുള്ള യാത്ര, അവരോടൊത്തുള്ള യാത്ര എന്നുള്ളത് ഒരു കൗതുകവും കൂടുതൽ സൗഹൃദങ്ങൾ നേടിയെടുക്കുന്ന ഒരു അവസരമാക്കിയിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഗമൺ ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഗമണിലേക്ക് KSRTC പോകുന്നുണ്ടെന്ന് എങ്ങനെയാണ് പത്രത്തിലൂടെ അറിഞ്ഞിട്ട് താങ്കൾ നേരിട്ട് പോയി? അങ്ങനെ അന്ന് പത്രത്തിലൂടെ അറിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ അന്ന് തനിച്ചേരാൻ എനിക്ക് പരിചയമില്ല. KSRTC ഡിപ്പോയിൽ ബന്ധപ്പെട്ട് അന്ന് റോയ് സാറാണ് അതിൻ്റെ കൈകാര്യം ചെയ്തത്. റോയ് സാറായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു, വിളിച്ച് കാര്യങ്ങളെന്ന് ചോദിച്ചു, നേരിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ റോയ് സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ഏത് തസ്തികനക്കറിയില്ല, മൂപ്പരടക്കമായിരുന്നു ആദ്യത്തെ ആ ട്രിപ്പിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് എത്ര പേരുണ്ടായിരുന്നു വാഗമണിലേക്ക്? വണ്ടി ഫുള്ളായിട്ടുണ്ട്. എത്ര എണ്ണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫുള്ളായിട്ട് ആളുകളുണ്ടായിരുന്നു. എത്ര മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടായിരുന്നു? എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു അത്? അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ട്രിപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പോയി വരുന്ന രീതിയിലായിരുന്നു. യാത്ര നല്ല. അതിനകത്ത് അന്ന് വന്നവരൊക്കെ ഇന്നും സൗഹൃദമുള്ളവർ ഒരുപാട് പേര് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇപ്പോഴും നിലനിൽക്കുന്നു. മറ്റ് യാത്രകൾ എന്ന് പറഞ്ഞാൽ KSRTCക്ക് അല്ലാത്ത മറ്റ് യാത്രകൾ പോലും അവരോടൊപ്പമുള്ള യാത്രകൾ പോലും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ് തിരിച്ചു വരാം. ഈ നോംട അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്കാണ് താങ്കളെ നമ്മൾ കാണുന്നത്. ഈ നോംട രൂപീകരിച്ച ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ? എന്താണ് നോംടയുടെ ലക്ഷ്യങ്ങൾ? എന്തുകൊണ്ടാണ് അത് രൂപീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? നോംടയുടെ കാര്യത്തിൽ സംസാരിക്കുന്ന മുമ്പ് ഞാൻ KSRTCയുടെ ഈ വിധത്തിലുള്ള യാത്ര തുടങ്ങിയ
KSRTC ഒഫീഷ്യൽസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ അത് KSRTC വിശ്വസിച്ചുകൊണ്ട് KSRTC ആദ്യം യാത്ര ചെയ്ത മാഷയും യാത്രികനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ബിക്കോസ് KSRTCക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയും. ഞങ്ങളൊക്കെ KSRTC യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ കിടന്നു. പിന്നെ ഡിപ്പോയിൽ നിന്ന് വേറെ ബസ് വരണമെങ്കിൽ ഒരുപാട് സമയം നമ്മളവിടെ വേസ്റ്റ് ചെയ്യും. അതുപോലൊരു സിറ്റുവേഷനൊക്കെ ഉള്ള KSRTC വിശ്വസിച്ചുകൊണ്ട് ആൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടുന്നത് അത് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ അഭിനന്ദിക്കുകയാണ്. അത് യാത്ര ചെയ്ത് പുതിയ എക്സ്പീരിയൻസ് ആണ് കേൾക്കാറുണ്ടെങ്കിലും ഇത്ര കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് നടത്തുന്നത് വലിയ കാര്യമാണ്. അതും സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥർ. അതെ അതെ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ തന്നെ അവരെ കാണുന്നത് ചട്ടപ്പടി പണിക്കാരനാണ്. അതെ അതെ, അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഒരു മേഖലയിൽ KSRTC വന്നതിൽ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. നോംടോഡ് രൂപീകരണം 2023 ജൂലൈ മാസമാണ് നോംടോ രൂപീകൃതമായത്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മേഖലയിൽ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളം ഈസ് എ ഗോഡ്സ് ഓൺ കൺട്രി. കേരളം സംബന്ധിച്ച് പറയുമ്പോൾ ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. ഇന്നും കേരളത്തിനെ പറ്റി പറയുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലെ ആൾക്കാർ കേരളം ഒരു ഗ്രീനറിയാണ്, കേരളം ഭയങ്കര ടൂറിസത്തിൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ അതിൻ്റെ ടൂറിസം മേഖലയിൽ ശരിക്കും സത്യത പറയുകയാണെങ്കിൽ കൊച്ചി മുതൽ ട്രിവാൻഡ്രം വരെയാണ്. നോർത്ത് മലബാർ ടോട്ടലി നെഗ്ലക്റ്റഡ് ആണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരുപാട് കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിലാണ് ചെയ്യുന്നത്, അത് ഏരിയ വെച്ച് ചെയ്യുന്നില്ല. കേരളത്തിൽ ചെയ്യുന്നപ്പോൾ ആ ഏരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ നോർത്ത് മലബാറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സൊക്കെ കേരള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ നോർത്ത് മലബാറിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് വർഷങ്ങളായി ടൂറിസം മേഖലയിലേക്കുള്ള കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരണം എന്നുള്ള ആഗ്രഹമായിട്ട് ഈ ചിന്തയായിട്ട് ആളുകളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിനെയും ഹോട്ടലിയേഴ്സിനെയും ഹൗസ് ബോട്ടിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. ഇന്ന് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സാധ്യതകളൊക്കെ സംസാരിച്ച് മറ്റു കേരളത്തിൻ്റെ പുറത്തും കേരളത്തിനകത്തുമുള്ള മറ്റു സ്ഥലത്തിൽ ടൂർ ഓപ്പറേറ്റേഴ്സും ആൾക്കാരൊക്കെ വന്നിട്ട് സാധ്യതകളെപ്പറ്റി സംസാരിക്കുന്ന സെമിനാറുകളൊക്കെ എല്ലാ വർഷവും നടത്താറുണ്ടായിരുന്നു. ജൂലൈ മാസം ഞങ്ങൾ തീരുമാനമെടുത്തു, വൈ കാൺ വി ഹാവ് എ ഫുൾ ഫ്ലെഡ്ജ് ഒരു ഓർഗനൈസേഷൻ ഫോർ ദിസ്. അങ്ങനെയാണ് നോംടോ രൂപീകൃതമായത്. ആ നോംടോ രൂപീകൃതമായത് ഞങ്ങൾ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് മാത്രമല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ഏകദേശം 9ഓളം സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ 9 സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നു. അവരൊക്കെ ഭിന്നമായി നിൽക്കുകയാണ് ആൾക്കാർ. ഹൗസ് ബോട്ടുകാരുടെ കാര്യം, ഹോട്ടലേഴ്സിൻ്റെ കാര്യം, ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യം, അതുപോലെ ഹോംസ്റ്റേ കാര്യം, ഒറ്റ കൊടുക്കീഴിൽ ഇവരൊക്കെ സംഘടനകളെല്ലാം വിളിച്ചിട്ട് നമ്മൾ വൈകാട്ട് ഹൈവേ ഓർഗനൈസ് ചെയ്യും. അങ്ങനെയാണ് ഈ നോംടോ രൂപീകരണം. അതൊരു നല്ല മുന്നേറ്റമാണ്. ഇപ്പോൾ നമ്മൾ ഈ ആദ്യ മിനിറ്റിൽ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ആനവണ്ടിയിൽ ആനന്ദയാത്ര, അത് ഭയങ്കര പോസിറ്റീവായിട്ട് ആനച്ചന്തം കൂട്ടിച്ചേർത്തിട്ടാണ് തൻസീർ പറയുന്നത്. ആനവണ്ടിയിൽ ആനച്ചന്തത്തോടു കൂടി ഒരു ആനന്ദയാത്ര. അങ്ങനെ ആദ്യത്തെ യാത്ര വയനാട്, 2 ബസ്സിന് ആൾ വന്നു അല്ലേ? രണ്ടാമത്തെ യാത്ര എങ്ങോട്ടായിരുന്നു? അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വയനാട്ടിലേക്ക്. ഈ ആദ്യത്തെ യാത്രയിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയണേ. ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞുകൊണ്ട് സ്മൂത്തായിട്ടുണ്ടാവും കാര്യങ്ങൾ. പക്ഷേ ആദ്യ യാത്രയിൽ ഒരു തുടക്കം എന്ന നിലയിൽ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു? ആദ്യ യാത്രയിൽ നമ്മൾ നേരിട്ട പ്രതിസന്ധി നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പാട്ട് കേൾക്കാൻ പറ്റിയില്ല. മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ അത് സക്സസ് ആയിട്ടില്ല. കാരണം നമ്മുടെ ഓടുന്ന വണ്ടിയിൽ എങ്ങനെയാണ് മ്യൂസിക് സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നുള്ളത്, കാരണം ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നില്ല. അപ്പോൾ അതായിരുന്നു ഉണ്ടായത്. പക്ഷേ അതിലുള്ള യാത്രക്കാരുടെ കോപ്പറേഷൻ, കാരണം മ്യൂസിക് സിസ്റ്റത്തിന് അപ്പുറത്ത് ആദ്യം നമ്മൾ നേരിട്ടൊരു KSRTC പാട്ട് വെച്ച് പോകുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെ ഒരു കാഴ്ചപ്പാടിൽ KSRTC എന്ന ആനവണ്ടിയിൽ ഒരു പാട്ട് കേട്ട് പോകുന്നതിനെ കുറിച്ച് മലയാളിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അതാണ് പോയിന്റ്. സാറ് പറഞ്ഞ പോലെ അവിടെ മ്യൂസിക് സിസ്റ്റം കണ്ടപ്പോൾ അവർ എക്സൈറ്റഡ് ആയി. അവരൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ട്രോളി മ്യൂസിക് ബോക്സ് ആണ്. അപ്പൊ അത് ഫ്രണ്ടിൽ വെച്ചത് അത് കണ്ടപ്പോൾ തന്നെ അവർ ശരിക്കും എക്സൈറ്റഡ് ആയി. അവരൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ വണ്ടിയിൽ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ പിറകോട്ട് എത്താത്ത ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അപ്പം അത് ഈ മ്യൂസിക് സിസ്റ്റം കണ്ടപ്പോൾ തന്നെ അവരത് എക്സൈറ്റഡ് ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമില്ല. പിന്നെ നമ്മൾ നേരിട്ട പ്രശ്നം വെച്ചാൽ 51 പേര് വിവിധ മേഖലകളിലുള്ളവർ, സാധാരണക്കാരുണ്ട്, ഹൈ ക്ലാസ് ഉണ്ട്, ടോപ്പ് ക്ലാസ് ഉണ്ട്. അതാണ് ഈ നമ്മുടെ KSRTC യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 51 പേരും 51 കാറ്റഗറി ആയിരിക്കും.
ആയിരിക്കും. കാരണം ഓട്ടോക്കാര് മുതൽ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ വരെ നമ്മളൊരു ട്രിപ്പിലുണ്ടായത്. എന്നിട്ട് അവര് പിന്നീട് കാണുമ്പോൾ സാറ് ഓട്ടോറിക്ഷ കണ്ണൂർ ഓടിക്കുന്ന ആൾ പറഞ്ഞു, നമ്മളുടെ ഡെപ്യൂട്ടി തഹസിൽദാർ കണ്ടുകാൽ ഭയങ്കര കുശലം പറയുന്നത് അത് നിങ്ങളുടെ ട്രിപ്പിൽ വന്നതുകൊണ്ടുള്ള ഒരു ഗുണമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊന്നും നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ആ ഒരു ഇപ്പൊ സാറ് പറഞ്ഞ പോലെ 2 വർഷം മുന്നേ ഉള്ള ആ ഒരു ബന്ധം തുടരാൻ വേണ്ടി അടുത്ത ട്രിപ്പിന് പോകാനായിട്ടുള്ള പൂതി തോന്നുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ യാത്രക്കാരും ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് നമ്മളെ സ്റ്റാഫിനെ ആയാലും കാണുന്നത്. നമ്മൾക്കുള്ള ഊർജ്ജം സാറ് നേരത്തെ പറഞ്ഞു, ഒരു ഗവൺമെന്റ് സ്റ്റാഫ് എങ്ങനെ നമ്മൾ ഇതിൽ കാണുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു എൻജോയ് ചെയ്യുന്നുണ്ട് റിയലി, കാരണം എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും സക്സസ് ആയി കൊണ്ടുപോകാൻ. സിസ്റ്റം തകരാറ് വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്? അതാണ് ആ മ്യൂസിക് സിസ്റ്റത്തിന്റെ തകരാറ് എന്നല്ല, അത് പിറകോട്ട് കേൾക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആൾക്കാരൊക്കെ മുന്നോട്ട് വന്ന് സഹകരിച്ചു, മുന്നോട്ട് വന്ന് ഒന്നിച്ച് ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട്. അതാണ് ആ KSRTC ബസ്സിൽ ഡാൻസ് ചെയ്ത് പോകുന്ന ആലോചിച്ച് നോക്കിയാട്ടെ, മസിൽ പിടിച്ച് ആ ചെറിയ ആ സൗകര്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന KSRTC യാത്ര. ഒരു സർക്കാർ സംവിധാനത്തിൽ സർക്കാർ ഓഫീസിൽ പാട്ടുപാടി എന്ന് പറഞ്ഞ് സസ്പെൻഷൻ കിട്ടിയ നാടാണ് നമ്മുടെ. സർക്കാർ ഓഫീസിൽ പാട്ടുപാടി റീൽസ് ഇട്ടതിന് നടപടി വന്ന നാടാണ്. അവിടെയാണ് KSRTC ബസ്സിൽ. അപ്പോൾ ആ പോയിന്റിനായിട്ട് തുടരാം. സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ KSRTC-കാരനും സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമായി മാറി. എന്ന് വെച്ചാൽ ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാം പോലെ. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതുവരെയുള്ള ഒരു ഇതുണ്ടല്ലോ, KSRTC-കാരൻ പണിയെടുക്കാത്തവരാണ്, അല്ലെങ്കിൽ മോശം ബിഹേവ് ആണ്, അത് എല്ലാം എന്നുള്ള ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ ടൂറിസം പദ്ധതിയിലൂടെ സാധിച്ചു. അത് സാറിന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാർ ഇന്റർവ്യൂ വിളിച്ചപ്പോഴും സാധാരണ മാധ്യമങ്ങളിൽ പലപ്പോഴും KSRTC-യുടെ നെഗറ്റീവ് കൊടുത്താണ്. പക്ഷെ ഇപ്പൊ എങ്ങനെയല്ല, ഇപ്പൊ എപ്പോഴും നോക്കി കഴിഞ്ഞാലും ഒരു വാർത്ത ടൂറിസം പദ്ധതിയിലൂടെ ഉണ്ടാവും, ഏത് പത്രത്തിലായാലും. അപ്പൊ അത് ആ മാധ്യമങ്ങളും നമ്മളെ കാണിക്കുന്ന ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ പൊതുവെയുള്ള സോഷ്യൽ ഇമ്പാക്റ്റിന്റെ ഭാഗമാണ്. കാരണം KSRTC-കാർ ഇങ്ങനെയല്ല എന്നുള്ളത് ജനങ്ങളിലൂടെ മാധ്യമങ്ങളും അറിഞ്ഞു. നിങ്ങൾ ഈ സൗണ്ട് സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ നേരിട്ട പ്രതിസന്ധി എന്നാണ്? കാരണം പോകുന്നത് വയനാട്ടിലേക്കാണ്, വന്യമൃഗങ്ങളുടെ ശല്യം, റോഡ്, വാഹനത്തിന്റെ പ്രോബ്ലംസ്, അങ്ങനെ എന്തെല്ലാം നേരിട്ടത് വേറെ? പിന്നെ അത് പ്രോബ്ലംസ് എല്ലാം നേരിട്ട് സാറ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം KSRTC-ക്കുള്ള ഒരു പ്രിവിലേജ് അവിടെ ഉണ്ടായിരുന്നു. കാരണം സ്ഥിരമായി മാനന്തവാടി യാത്രകൾ ചെയ്യുന്ന ഡ്രൈവേഴ്സ്, അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ വണ്ടി, നേരത്തെ ജയപ്രകാശ് സാറ് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ പഴയതുപോലെയല്ല. അത് സാറ് ഇപ്പോൾ KSRTC-യെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കണം. KSRTC ഇപ്പോൾ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ എന്തായാലും അവിടെ വണ്ടി എത്തി റീപ്ലേസ് ചെയ്ത് വേറെ വണ്ടി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് പോലെയല്ല, നമ്മളൊരു വണ്ടി സർവീസിന് വന്നു കഴിഞ്ഞ് അത് ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അടുത്ത സർവീസിന് കൊടുക്കുള്ളൂ. ഇതൊന്നും പലർക്കും അറിയില്ല. പക്ഷെ പലപ്പോഴും ബ്രേക്കില്ലാത്ത വണ്ടിയിലാണ് പോയത്. അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റി? ബ്രേക്കില്ല എന്ന് ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് നേരത്തെ പറഞ്ഞു. ഈ അടുത്ത നാളിൽ ഒരു ജീവനക്കാരൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. വണ്ടി നിയന്ത്രണം വിട്ടു, ഇടിച്ചു. എന്താ പറ്റിയ? ബ്രേക്കില്ലായിരുന്നു. ബ്രേക്കില്ലാതെ ഞാൻ സ്റ്റേഷൻ മാനേജറോട് പറഞ്ഞതാണ്. എന്നിട്ടും അദ്ദേഹം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു എന്നത് വരെ നമ്മൾ കണ്ടതാണ്. അത് അപൂർവ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോ ഏകദേശം 500 ട്രിപ്പ് നടത്തിയതിൽ ആകെ 2 സംഭവങ്ങളിലാണ് KSRTC 500 ട്രിപ്പ് പൂർത്തിയാക്കി. ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽ 2 പ്രാവശ്യം മാത്രമാണ് കണ്ണൂരിൽ മാത്രം. അപ്പൊ ആ സാറ് പറഞ്ഞ ബ്രേക്ക് ഡൗണിന്റെ പ്രശ്നത്തിലേക്ക് തന്നെ കിടക്കാം. ഇതുവരെ 2 ട്രിപ്പ് മാത്രമേ ബ്രേക്ക് ഡൗൺ ആയുള്ളൂ. ഇത് 500 ട്രിപ്പ് നടത്തിയിട്ട്. അപ്പൊ അത്രയ്ക്കും വളരെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ടൂറിസം പദ്ധതിയിലേക്ക് വണ്ടി അയക്കുന്നത്. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. തിരിച്ചു വരാം. ജയപ്രകാശ്, ഈ ഗോവ ഫസ്റ്റ് മൂന്നാറല്ലേ പോയത്? വാഗമൺ ട്രിപ്പില് നിങ്ങൾ അനുഭവിച്ച മറ്റ് വിഷയങ്ങൾ എന്തായിരുന്നു ആ ട്രിപ്പില്? ഇദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണോ? വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? തൻസീർ പറഞ്ഞതെല്ലാം ഏകദേശം ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, തൻസീറുമായിട്ട് ഞാൻ ആ സമയത്ത് കണക്ഷൻ ഇല്ല. അന്ന് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ദീർഘയാത്ര ആയതുകൊണ്ട് തന്നെ 2 ഡ്രൈവർമാരുണ്ടായിരുന്നു മെക്കാനിക്കിന് പുറമെ. ഈ ഡ്രൈവർമാരെ ഇവർ നിശ്ചയിച്ചത് ഒരു തന്ത്രം അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. രജീഷ് എന്ന് പറഞ്ഞൊരു ഡ്രൈവറായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റേ ഡ്രൈവറെ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ നല്ല കലാകാരനാണ്, ഒന്നാന്തരമായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരു മനുഷ്യൻ. മൂപ്പര് പാട്ട് പാടിയ തുടങ്ങി. ആ തുടക്കം തന്നെ അതിൽ പാടാൻ അറിയുന്നവരും അറിയാത്ത തന്നെ പോലുള്ള ആളുകൾ പോലും മൈക്ക് എടുക്കണം എന്നൊരു തോന്നലുണ്ടാകുകയും കൂടാനുള്ള ഒരു ആവേശം ഉണ്ടാവുകയും ചെയ്തു. കലാകാരന്മാരെ ഇതിന്റെ വളർത്തിയെടുക്കാനുള്ള സാധ്യത ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടക്ടർ തൻസീർ പോലും പാട്ട് അന്ന് ഈ വാഗമൺ ട്രിപ്പിലൊക്കെ നിങ്ങളുടെ ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഭക്ഷണമാണ്.
അത് എനിക്ക് തോന്നുന്നു ഇവർ സാധാരണ KSRTC കുറിച്ച് കേൾക്കല് KSRTC യാത്രക്കിടയിൽ ഏതെങ്കിലും ഹോട്ടലിന്റെ മുന്നിൽ നിർത്തും, ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവിടുന്ന് സൗജന്യ ഭക്ഷണം കിട്ടും, അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ഒരിക്കലും നോക്കലില്ല എന്നൊക്കെയാണ് നമ്മൾ സാധാരണ യാത്രക്കിടയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. KSRTC സംബന്ധിച്ചോട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈവറ്റ് ബസ്സുകാർ ചിലപ്പോൾ ലോങ് ട്രിപ്പിലൊക്കെ അങ്ങനെ ചെയ്തിട്ട് അനുഭവമുണ്ട്. പക്ഷേ ഇത് ഇവർ ചെക്ക് ചെയ്തിട്ടാണെന്നുള്ളതിൻ്റെ പ്രൂഫ് നമ്മളെടുത്തുണ്ട്. കാരണം പോകുമ്പോൾ തന്നെ ആ സീറ്റൊക്കെ റെഡി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര യാത്രക്കാരാണോ ഉള്ളത് അത്രയും യാത്രക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സീറ്റ് റെഡിയാക്കി ആ ടൈമിൽ റെഡി ആയിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങളുടെ കൂടെ നമ്മൾ തക്കി മത്സരിച്ച്. മാത്രമല്ല ബുഫേ ആണ് മിക്കവാറും ഞാൻ പോയടുത്തൊക്കെ. ഒരു ഐറ്റം മാത്രമല്ല, ഒരു 4 ഭക്ഷണ സാധനങ്ങൾ മാറി മാറി എടുക്കാനുള്ള സൗകര്യം അത് ഇഷ്ടം പോലെ കഴിക്കും. ഈ സ്റ്റേ തരുന്ന റൂമുകളുടെ ഒക്കെ കംഫർട്ട് എങ്ങനെയാണ്? എല്ലാ ഡോർമെറ്ററി ആണോ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമുണ്ട്, ഡോർമെറ്ററി സംവിധാനം ഉണ്ട്. ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് റൂം തന്നെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡബിൾ ഷെയർ 2 പേരെന്നുള്ള ആൾക്ക് ഷെയറിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ ബഡ്ജറ്റ് ടൂറിസം ആണല്ലോ. നമ്മളിപ്പം 3 സ്റ്റാർ 4 സ്റ്റാർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ പൈസയിൽ ഒതുങ്ങില്ല. അപ്പോൾ ഈ കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ചിട്ട് നല്ല താമസ സൗകര്യമാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഹാപ്പിയാണ്. ശ്രീ രമേഷ് കുമാർ, നോംട്ട നിങ്ങളുടെ ഇപ്പം നല്ല നിലക്ക് നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയല്ലോ. അത് നമ്മൾ KSRTCയുമായി ഈ KSRTC ഇപ്പം നടത്തുന്നില്ല, 500 ട്രിപ്പുകൾ നടത്തി 10,000 പേർ സഞ്ചരിച്ചു. നോംട്ട എപ്പോഴെങ്കിലും ഇവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ടോ? നോംട്ടോ ഇതിനോട് സഹകരിച്ചിട്ടില്ല. ഞങ്ങളിതിനെ പറ്റിയിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഇതിനോട് കൂടി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോംട്ടോ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ടൂറിസം. നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 14 അടക്കം വരും, കളരി അടക്കം വരും, 14 ആൾക്കാർ വരും. അത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൂട്ടായ്മയാണ്. എന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളെ പ്രവർത്തനം ഈ നോർത്ത് മലബാറിലുള്ള ഡെസ്റ്റിനേഷൻ ഷോക്കേസ് ചെയ്യുക. ഈ ഇവിടെയുള്ള എന്തൊക്കെ ടൂറിസം സെഗ്മെൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ഈ ഡെസ്റ്റിനേഷൻസ് മുഴുവൻ ലോകത്തിനെ പരിചയപ്പെടുത്തുക, മാർക്കറ്റ് ചെയ്യുക. പലതും ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നില്ല. ഈ 1 കോടി രൂപയുടെ ബോട്ട് എടുത്ത് പ്രശ്നക്കടവല്ലേ, 1 കോടി രൂപ ബോട്ട് ഉണ്ടാക്കി അദ്ദേഹം അവിടെ വെച്ചിരിക്കുക. അത് മാർക്കറ്റ് ജനങ്ങൾ അറിയണ്ടേ? ഡ്രാഗൺ ബോട്ട്. ഇതൊക്കെ ജനങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ആൾക്കാരോട് വരണം. കൂടുതൽ ആൾക്കാർ വേണം. എങ്ങനെ വരും ആൾക്കാർ? ഇവിടുത്തെ ജനങ്ങൾ കാണിച്ചു കൊടുക്കണമല്ലോ. കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീട്ട് NMTP നോർത്ത് മലബാർ ടൂറിസം ബസാർ നമ്മളൊരു എക്സിബിഷൻ നടത്താണ്. ടൂറിസം ബസാർ KTM പോലെ, കേരള ടൂറിസം മാർട്ട് പോലെ ഒരു കാര്യം കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങൾ കൃഷ്ണ ബീച്ച് റിസോർട്ട് വെച്ച് നടത്തി. ഏകദേശം 60ഓളം സ്റ്റാളുകൾ വി ആർ പ്രിപ്പയർഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ. അതുപോലെ 150ഓളം ടൂർ ഓപ്പറേറ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് കേരള, ഇൻസൈഡ് കേരള കൂടി ഉണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവരൊക്കെ ഇവിടെ വരികയും അവരൊക്കെ ഇവിടെ വന്ന് നമ്മളെ ഡെസ്റ്റിനേഷൻസ് കാണുന്നു. പിന്നെ ഫാം ടൂർ നടന്നു. നമ്മൾ ഈ ഡെസ്റ്റിനേഷൻസ് നമ്മൾ അവരെ കൂട്ടുകൊണ്ടുപോയി കാണിക്കും. ഒരു ദിവസം 2 ദിവസം അതാണ് ഇവിടെ ഇരിക്കുന്നവരെ ഗ്രൂപ്പായി കൊണ്ടുപോയിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും. ഈ എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവർ ടൂറിസ്റ്റിനെ ഇവിടെ കൊണ്ടുവരും. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിന് ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അത് നല്ല നിലക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ എക്സിബിഷനിലെല്ലാം ആളുകളുടെ ഒരു എത്രമാത്രം പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്? സാധാരണ എക്സിബിഷനിൽ ഇതിന് ടൂർ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ബയേഴ്സ് എന്ന് പറയുന്നത്, ബയേഴ്സ് എന്നുള്ള ആൾക്കാർ ഏകദേശം 150, 200 ബയേഴ്സ് വരും. റിസൾട്ട് ഉണ്ടായി തുടങ്ങി. ആദ്യത്തെ വർഷം, ഈ വർഷം 2ാമത് നമ്മൾ നടത്തി. എപ്പോഴാണ് നടത്താൻ? കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടത്തിയിട്ട് ഈ വർഷം ഈ മാസം നടത്തി. വളരെ അത് ഇപ്രാവശ്യം നമ്മൾ നടത്തിയത് ചേംബറിൽ വെച്ച് നടത്തിയത്. ചേംബർ ഓഫ് ഹാളിൽ വെച്ച് നടത്തി. 40,000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഏകദേശം സ്ഥലമുണ്ട് അവിടെ, 4 ഫ്ലോറായിട്ട്. അവിടെ വെച്ച് നമ്മൾ 80ഓളം സ്റ്റാളുകൾ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തു. 80 സ്റ്റാൾസ്. അത് 160, 170ഓളം സെല്ലേഴ്സ്, ബയേഴ്സ് ഇവിടെ വന്നു. അവരൊക്കെ നമ്മൾ കാസർഗോഡ്, കണ്ണൂരിലുള്ള എല്ലാ സ്ഥലങ്ങളും മേജർ ഡെസ്റ്റിനേഷൻസ് അവർക്ക് ഫാം ടൂറിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി അവരെല്ലാം നല്ല ഹാപ്പി ആയിട്ട് വെരി ഹാപ്പി. അപ്പോൾ അവരൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരും. ഇവർക്ക് ഡെസ്റ്റിനേഷൻ മനസ്സിലായില്ല. എനിക്ക് KSRTCയിലെ ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഔട്ട് ബൗണ്ട് ടൂറിസമാണ്. ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മറ്റുള്ള പ്രദേശ ആൾക്കാരെ തിരിച്ചിങ്ങോട്ട് കണ്ണൂർ കൊണ്ടുവരണം. തൻസീർ, ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ വരാനുള്ള ഒരു സാധ്യത എത്രമാത്രമുണ്ട്? അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? അത് നമ്മൾ വളരെ ഗൗരവത്തോടെയാണ് നമ്മുടെ കോഴിക്കോട് സോണൽ ഓഫീസറായുള്ള V മനോജ് കുമാർ സർ, അദ്ദേഹം കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പദ്ധതികളാണ് ഇപ്പം നമ്മുടെ പല ഡിപ്പോകളിൽ നിന്നും കണ്ണൂരിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ലൊരു പദ്ധതിയാണ് തയ്യാറാക്കിയുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന്
കഴിഞ്ഞ മാസം ഒരു 40 പേരടങ്ങുന്ന സംഘം കണ്ണൂർ സന്ദർശിച്ചു. കണ്ണൂർ എവിടേക്കാണ് അവർ പോയത്? അവർ ഒന്നാമത്തെ ദിവസം നമ്മുടെ പയ്യാമ്പലം ബീച്ച്, സെന്റ് ആഞ്ചലോസ് ഫോർട്ട്, അറക്കൽ മ്യൂസിയം, പെറ്റ് സ്റ്റേഷൻ, വയലപ്ര പാർക്ക്, ചൂട്ടാട് ബീച്ച്, എന്നിട്ട് അന്ന് രാത്രി നമ്മൾ പറശ്ശിനിക്കടവിൽ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. രണ്ടാമത്തെ ദിവസം പൈതൽ മല, ഏഴക്കുണ്ട് വെള്ളച്ചാട്ടം, പാലക്കയം തട്ട്, ആ 3 സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരും. വളരെ ഇതിൽ പ്രത്യേകം ഒന്ന് പറയാനുള്ളത്, ഞാനൊരു ടൂറിസം പ്രൊഫഷണൽ കൂടിയാണ്. KSRTC വരുന്നതിന് മുന്നേ അതാണ് നേരത്തെ സാറ് പ്രതിസന്ധി ഉണ്ടോ ചോദിച്ചപ്പോൾ അതിനൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. കാരണം വെൽ പ്ലാൻഡ് ആയിരുന്നു. മ്യൂസിക് സിസ്റ്റം ഇപ്പം നമ്മൾ വളരെ വെൽ മ്യൂസിക് ആൾക്കാരിലേക്ക് തെറ്റിദ്ധരിക്കും. ഇപ്പോൾ വെൽ ഇൻബിൽട്ട് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റത്തോട് കൂടി അത് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഓപ്പൺ ആണല്ലോ മൊത്തം. അല്ല, നമ്മുടെ പ്രൈവറ്റ് ബസ്സിനെ പോലെ ഹിഡൻ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അതും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. കാരണം KSRTC എന്ന് പറയുമ്പോൾ യാത്രക്കാരുടെ മനസ്സിൽ സാധാരണ ഓർഡിനറി ബസ്സുകളായിരിക്കും. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ KSRTC ടൂർ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ, തിരുവനന്തപുരം, ഇന്റർസ്റ്റേറ്റ് ഒക്കെ യാത്ര ചെയ്യുന്ന നല്ല ബസ്സുകളാണ് ഈ ടൂർ പ്രോഗ്രാമിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നത്. അല്ല, ചില ആളുകൾക്ക് KSRTCയുടെ ആനവണ്ടിയിൽ പോകാൻ ഒരു നൊസ്റ്റാൾജിയ, അവർക്ക് വേണ്ടിയിട്ട് വൺ ഡേ ട്രിപ്പുകളിൽ ആ ബസ്സുകളും യൂസ് ചെയ്യാറുണ്ട്. ആ ബസ്സിൽ പോകുന്ന ഒരു ത്രില്ലാണല്ലോ, നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പദ്ധതിയാണ്. DTPCയും അതിന് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. കാരണം DTPCയുടെ സെന്ററുകളിൽ KSRTCക്ക് 50% ഡിസ്കൗണ്ട് ഒക്കെ നൽകിക്കൊണ്ട് KSRTCയെ അവർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ KSRTC ഇപ്പോൾ ഈ ആഴ്ച തന്നെ വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്, കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, അതുപോലെ മലപ്പുറത്ത് നിന്ന് 3 ബസ്സുകളാണ് നമ്മുടെ പൈതൽമല സന്ദർശിക്കാൻ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വീക്ക് കൊല്ലത്ത് നിന്നൊരു ബസ് വരുന്നുണ്ട്. അങ്ങനെ അത് ഓരോ ആഴ്ചകളിലും കണ്ണൂരിലേക്ക് ഒരു KSRTC ബസ് എന്നുള്ള ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം വിത്തിൻ 6 മന്തോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കണ്ണൂരിലെ കേരളത്തിലെ ഏതൊക്കെ ഡിപ്പോകളിലാണ് ഈ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 1 മാസത്തോളമായിട്ട് KSRTCയുടെ എല്ലാ ഡിപ്പോകളിലും നമ്മുടെ ബഹുമാനപ്പെട്ട പുതിയ CMD പ്രമോദ് ശങ്കർ സാറ് പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ള ഡിപ്പോകളിൽ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ 93 ഡിപ്പോകളിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 93 ഡിപ്പോകളും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വ്യത്യസ്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും പല പ്രോഗ്രാമുകൾ. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സാറ് നേരത്തെ പറഞ്ഞു, ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തീർത്ഥാടന യാത്രകളുണ്ട്, വേളാങ്കണ്ണി, പിന്നെ ടൂറിസ്റ്റ് വിനോദസഞ്ചാര യാത്രകൾ തന്നെ നമ്മുടെ കന്യാകുമാരി. അങ്ങനെ വിപുലമായ ഇതിനൊരു പുതിയൊരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റും അതുപോലെ ട്രെയിനും ക്ലബ് ചെയ്തിട്ട് ഇവിടുന്ന് ഷിപ്പിലെല്ലാം പോയി എന്ന് പറയുന്നത്. ഷിപ്പ് ഓൾറെഡി ഉണ്ട്, ലക്ഷറി ക്രൂയിസ് കൊച്ചിയിലോട്ട്. ഇവിടുന്ന് ബസ്സിൽ കൊച്ചിയിൽ പോയിട്ട്, കാരണം അത് ഒരു സർക്കാരിന്റെ പദ്ധതി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചുരുങ്ങിയ ചെലവിൽ ലക്ഷറി ക്രൂയിസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 25,000-50,000 രൂപയില്ലാതെ ഒരു ലക്ഷറി ക്രൂയിസിൽ കയറാൻ സാധിക്കില്ല. KSRTCയുടെ ഈ ഒരു പദ്ധതി കൊണ്ട് വെറും 4,600 രൂപയ്ക്ക് ഒരു ലക്ഷറി ക്രൂയിസ് എക്സ്പീരിയൻസ്, 5 മണിക്കൂർ എക്സ്പീരിയൻസ് യാത്ര ചെയ്ത് വരാം. അതൊരു വലിയൊരു പദ്ധതിയാണ്. കാരണം പലരും സാധാരണക്കാരെ നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട്, നിങ്ങളില്ലെങ്കിലും നമുക്കൊരിക്കലും ഈ ലക്ഷറി ക്രൂയിസിൽ കയറാൻ പറ്റില്ല എന്നുള്ളത് കണ്ണ് നിറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു ഫ്ലൈറ്റ് യാത്ര, ലക്ഷറി ഷിപ്പ് യാത്ര. ഫ്ലൈറ്റ് നമ്മുടെ അടുത്ത പദ്ധതിയാണ്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തിലേക്ക് ഫ്ലൈറ്റിൽ പോയി അവിടുന്ന് KSRTCയിൽ സൈറ്റ് സീയിങ് നടത്തി തിരിച്ച് വന്ദേ ഭാരതിൽ കണ്ണൂരെത്തുന്ന പദ്ധതി. അങ്ങനെ അതുപോലെ ട്രെയിൻ എല്ലാം ക്ലബ് ചെയ്തിട്ട് നമ്മൾ KSRTC മൊത്തം മാറുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന KSRTC അല്ലേ കാണാൻ പോകുന്നത്. ജയപ്രകാശ്, താങ്കൾ ഇപ്പൊ എത്ര യാത്ര നടത്തി മൊത്തം? ഞാനൊരു 10ലധികം യാത്ര നടത്തി. ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോയത്? നെഫർട്ടിറ്റി പോയിട്ടുണ്ട്, ഷിപ്പിൽ പോയിട്ടുണ്ട്, പിന്നെ മൂന്നാറിൽ പോയിട്ടുണ്ട്, വയനാട് പോയിട്ടുണ്ട്, അത് 2 പ്രാവശ്യം പോയി. പിന്നെ കാസർഗോഡ് നമ്മുടെ റാണിപുരത്തേക്ക് അത് 2 സീസണിലായിട്ട് പോയിട്ടുണ്ട്. വേനൽക്കാലത്തും കോട മൂടുന്ന സമയത്തും പോയിട്ടുണ്ട്. പിന്നെ പൈതൽമല, ഏഴരക്കുണ്ട്, ഇതുപോലുള്ള സ്ഥലങ്ങൾ. കോഴിക്കോട് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, കരിയത്തമ്പാറ, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ കരിയത്തമ്പാറ KSRTCയുടെ കൂടെ പോയതിന് ശേഷം വല്ലാത്തൊരു മനസ്സിലൊരു വിങ്ങലായിരുന്നു. ഒന്നുകൂടെ കാണായിരുന്നു, സമയം പോരായിരുന്നു. ഒന്നൊരു മഴയൊക്കെ പെയ്തിട്ട്, മഴയുടെ വൈബ് വേറെ തന്നെയായിരുന്നു. ആ മഴയെപ്പറ്റി പറയുമ്പോൾ അതിലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു നമുക്ക്, നല്ലൊരു, ഞാനും എൻ്റെ ബ്രദറും കൂടിയായിരുന്നു ഒന്ന്. ആ ഒരു ഫോട്ടോ എനിക്ക് പിന്നെ KSRTCയുടെ വക എനിക്കൊരു ഫോട്ടോ ഫ്രെയിം ഇവർ തരുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇവരെല്ലാം കുറേ എന്ന് പറയാൻ ഒരു വല്ലാത്ത കൂട്ടായ്മയാണ്. ഒരു യാത്രയിൽ ഒന്നിലധികം യാത്രയിൽ പങ്കെടുത്ത. പിന്നെ വേറൊന്നുള്ളത്, നമ്മൾ പോകുന്ന യാത്രയിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ കൂടുതലുണ്ടാകും. കാരണം ഏതെങ്കിലുമൊക്കെ ട്രിപ്പിൽ വന്നവരായിരിക്കും വീണ്ടും KSRTC ഓപ്റ്റ് ചെയ്യുന്നത്.
എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ KSRTCയിൽ ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ കയറില്ല എന്നുള്ളതല്ല, വീണ്ടും വീണ്ടും കയറാനുള്ളത്, വീണ്ടും ഈ ട്രിപ്പിൽ കയറണം. എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബുക്കഡാണ്, ഫുള്ളാണ്, രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ മടക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ KSRTC പഴയ പണ്ട് നമ്മൾ പോലീസിനെ പറ്റി പറയല്ലോ, CDM പോലീസ് ജനമൈത്രിയായ വടി ആരെ അടിക്കും ആരെയും തെറി പറയും ജനമൈത്രി ആയതുപോലെ തന്നെ KSRTCക്കാർ ആൾക്കാർ നിൽക്കുന്ന ബസ് നിർത്തില്ല, കുറച്ച് മുന്നോട്ട് പോയി നിൽക്കും. അതൊക്കെ മാറി ജനങ്ങളോടൊപ്പം ജനങ്ങളാണ് ഇവരുടെ സമ്പത്തെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയിലേക്ക് എനിക്കൊന്ന് മുഴുവൻ ജീവനക്കാരും മാറിക്കഴിഞ്ഞു എന്നാണ്. യെസ്. എങ്ങനെയാണ് രമേശ് ഇപ്പം ഈ പറഞ്ഞ യാത്രകൾ, ഇപ്പം ഇവർ പറഞ്ഞല്ലോ കണ്ണൂരിലേക്ക് യാത്ര, അതെങ്ങനെയാണ് ഈ നോംട്ട ഇതുവൊക്കെ ആയിട്ട് സഹകരിക്കുകയാണെങ്കിൽ താങ്കളുടെ മനസ്സിലുണ്ടാകുന്ന ആശയം എങ്ങനെയാണ്? ഇപ്പോൾ നോംട്ട സഹകരിക്കാൻ ഇപ്പോൾ KSRTC ചെയ്യുന്നത് അവർ സ്വയം എടുത്ത് ചെയ്യുന്നതാണ്. അതിവിടെയുള്ള ഡെസ്റ്റിനേഷൻസ് ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിലും സ്റ്റേ ചെയ്യുന്ന കാര്യത്തിലും ഈ ഹോട്ടലേഴ്സായിട്ട് ബന്ധപ്പെട്ട് റിസോർട്ടായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താമസിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റ് വരും. അതൊരു കാര്യമുണ്ട്. ടൗണിലിറങ്ങും കുറച്ചുകൂടി ആ വിധത്തിലുള്ള. പിന്നെ ഫുഡിലുള്ള വ്യത്യസ്തമായ ഫുഡ്, ഇവിടെ തനതായ ഫുഡുകളുണ്ട് നോർത്ത് മലബാറിൻ്റെ. ആ ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അത് ആ സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി ഇവിടെയുള്ള തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ, ഒരുപാട് നമ്മളതായിട്ട് കുറേ ഭക്ഷണ രീതികളുണ്ട്. ഈ ഭക്ഷണ രീതികൾ ഇവരെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ മുന്നിൽ വരണം. മാത്രമല്ല ഇപ്പോഴേ ബസ്, ഇപ്പം നമ്മൾ നേരത്തെ എപ്പോഴും പറയും മുംബൈക്ക് എയർ കണ്ടീഷൻ ബസ് എന്ന് പറഞ്ഞാൽ അത് ലക്ഷറിയാണ്. ഇപ്പോൾ അതല്ല. നിങ്ങൾ ഈ ടൂറിന് പോകുന്ന ബസ്സുകൾ മുഴുവൻ എയർ കണ്ടീഷൻ ബസ്സാക്കി മാറ്റണം. എന്നാൽ നമ്മൾ കംഫർട്ട് ഫീൽ ചെയ്യുള്ളൂ. ബിക്കോസ് മണിക്കൂറുകളൊരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വിഷമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ KSRTC ഈ ടൂറിന് പോകുന്ന ബസ്സുകൾ എയർ കണ്ടീഷൻ ബസ്സായി കഴിഞ്ഞാൽ തുച്ഛമായ ഒരു എന്തായാലും ഒരു അങ്ങനെയല്ല. നമ്മളിപ്പം ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് പല എഴുത്തുകാരുടെയും മനസ്സിൽ പല കഥകളുടെയും ബീജം. അങ്ങനെ KSRTC അങ്ങനെ ഒരു ചരിത്രമുണ്ട്, അതിനങ്ങനെ ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, ലക്ഷറി ആയി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കംഫർട്ടാണ്. ട്രാവലിംഗ് സമയത്ത് എപ്പോഴും കംഫർട്ട് ആവശ്യമാണ് ജനങ്ങൾക്ക്. കംഫർട്ട് ആയാൽ മാത്രമേ അവിടെ സ്ഥലങ്ങൾ കാണുമ്പോൾ അവർക്കൊരു ഉന്മേഷം കിട്ടുള്ളൂ. ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ഥലങ്ങളും അതൊക്കെ അതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനുള്ളൊരു ആഗ്രഹം വരുന്നത് ലക്ഷറീൻ്റെ ഭാഗം തന്നെയാണ് ടൂറിസം. ചെറിയ ലക്ഷറിൻ്റെ ഭാഗം തന്നെയാണ്. മാത്രമല്ല ഞങ്ങളിപ്പം പലപ്പോഴും പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടായ്മയുടെ ഭാഗം, ഇപ്പം ജയപ്രകാശ് മാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെയാണ് നമുക്ക് കിട്ടുന്നത് യാത്രയിൽ. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണത്. ഈ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനുള്ള അടയാളം തന്നെ ഇത് തന്നെയാണ്. ദിസ് സിഗ്നേച്ചർ. ശരിക്കും അതിനുള്ള സൗകര്യം KSRTC ഒരുക്കി കൊടുക്കുന്നത് അത് വലിയ കാര്യമാണ്. പിന്നെ കൊറോണയ്ക്ക് ശേഷം ജനങ്ങൾക്ക് മനസ്സിലായി ഇനി എപ്പോഴാണ് അതൊരു പുതിയ ചിന്തയാണ്. കൊറോണയ്ക്ക് ശേഷം മനസ്സിലായി ഏത് സമയം തട്ടിപ്പോവും, ഓരോ ദിവസവും നന്നായി. അതിനുശേഷം ടൂറിസം ഒരുപാട്. തൻസീർ, ഇപ്പോൾ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ നാടുകളിലേക്കാണ് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രധാനമായിട്ടുള്ളത് ഗവി, മൂന്നാർ, വാഗമൺ, മലക്കപ്പാറ, ഇങ്ങനെ 4 ദ്വിദിന ട്രിപ്പുകളാണ്. ഇതെല്ലാം വീക്കെൻഡിലും വെള്ളിയാഴ്ചകൾ വൈകുന്നേരം പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് തിരിച്ചെത്തും. ഇതിൻ്റെയൊക്കെ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ്? ഗവി ആകുമ്പോൾ 5990, മൂന്നാറാണെങ്കിൽ 4300, മലക്കപ്പാറയും അത് തന്നെ 4300. ഫുഡ് അക്കോമഡേഷൻ എങ്ങനെയാണ്? റൂമൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ നമ്മുടെ KSRTCയുടെ ചീഫ് ഓഫീസ് മുഖാന്തരം എല്ലാം റെഡിയാക്കുന്നതാണ്. അല്ല, ഈ താമസം എങ്ങനെയാ? സൗകര്യങ്ങൾ, റൂമുകളൊക്കെ? റൂമുകളാണ് 3 ഷെയറിംഗ് റൂമുകളാണ്. പലപ്പോഴും ഒരു ഫാമിലി 3 മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ അവർ 2 മെമ്പേഴ്സ് ആണ്. കപ്പിൾസ് ആണെങ്കിലും കപ്പിൾസിന് സെപ്പറേറ്റ് റൂം. റൂമിന്റെ ഒരു കാറ്റഗറി എങ്ങനെയായിരിക്കും 5000 ഒക്കെ കൊടുക്കുമ്പോൾ? റൂം സാറ് നേരത്തെ പറഞ്ഞ പോലെ ലക്ഷറി അല്ല, പക്ഷെ സ്റ്റാൻഡേർഡ് ആയിരിക്കും, അതുപോലെ സെക്യൂർഡ് ആയിരിക്കും. അത് ഗ്യാരണ്ടീഡ് ആണ്. ഒരു നൈറ്റ് ആണോ 2 നൈറ്റ് ആണോ? ഒരു നൈറ്റ് സ്റ്റേ ആണ് എല്ലാ പാക്കേജിലും വരുന്നത്. അത് എപ്പോഴും ഇവിടുന്ന് പുറപ്പെടില്ല ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്കൊക്കെ? വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക്, പുലർച്ചെ 4-5 മണിക്ക് അവിടെ ഡെസ്റ്റിനേഷനിലെത്തി അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെത്തി അവിടുന്ന് ഫ്രഷപ്പ് ആയ ശേഷം. റൂമിലാണോ ഫ്രഷപ്പ്, അത് പുറത്തുനിന്നാണോ? റൂമിലാണ് ഫ്രഷപ്പ്. റൂം അന്നേരം തന്നെ എടുക്കും. റൂം ചില സ്ഥലങ്ങളിൽ നേരിട്ട് റൂം എടുക്കും. ചില ഗവിയൊക്കെ ആണെങ്കിൽ നമ്മൾ റൂം ഗവിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ചെങ്ങന്നൂരിൽ നമ്മൾ കുറച്ച് റൂം എടുത്ത് ഫ്രഷപ്പ് ആയതിനു ശേഷം സ്റ്റേ വരുന്നത് കുമളിയിലാണ്. അങ്ങനെ ഡിപ്പെൻസ് ഓൺ
ട്രിപ്പിനനുസരിച്ചിട്ട് ഒന്ന് മാറിക്കൊണ്ടേയിരിക്കും. എങ്ങനെയായാലും ആൾക്കാർക്ക് കംഫർട്ട് ആയിരുന്ന രീതിയിലാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഗ്യാരണ്ടിയാണ്. അത് ഇന്റർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള ടൂറുകൾ. അതിനുശേഷം നമ്മുടെ ആഭ്യന്തര ടൂർ, ഇവിടെ ജില്ലയിലുള്ള ടൂറുകൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് പ്ലാൻ? ജില്ലയിലെ ടൂർ പറയുമ്പോഴേ നമുക്ക് അഭിമാനത്തോടെ പറയാം, KSRTC വന്നതുകൊണ്ട് അത് പൈതൽ മലയിലായാലും ഏഴക്കൊണ്ടായാലും അവിടുത്തെ MD അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞു KSRTC ട്രിപ്പ് വരാൻ തുടങ്ങിയ മുതലാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങിയത്. അത് പ്രത്യേകം എടുത്തു പറയണമെന്ന് വെച്ചാൽ പാലക്കയം ജീപ്പ് പോകുന്ന വഴിയിലാണ് നമ്മൾ KSRTC പോകും. സാറ് നേരത്തെ പറഞ്ഞ പോലെ ആനയ്ക്ക് കയറാൻ പ്രത്യേക വഴിയൊന്നുമില്ല, അതുപോലെ ആന വണ്ടിക്കും പോകാൻ വേണ്ടി ഏതിലേക്കും കയറും. ആ ഒരു ക്യാപ്ഷൻ, കാരണം പ്രൈവറ്റേഴ്സ് അത്രയും റിസ്ക് എടുത്ത് പോകാൻ ഇരിക്കുമ്പോഴാണ് KSRTC ഇങ്ങനൊരു ഡെസ്റ്റിനേഷൻ ശരിക്കും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാലക്കയം അതുപോലെ പൈതൽമല, ഏഴക്കൊണ്ട് വെള്ളച്ചാട്ടം ഇപ്പോൾ എല്ലാ വീക്കെൻഡിലും നമ്മുടെ കണ്ണൂരിൽ ഒരു ട്രിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് KSRTCയുടെ ഒരു പ്രത്യേക. ഇപ്പം ഈ ജില്ലയിൽ നടത്തുന്ന ട്രിപ്പ് വയനാട്ടിലേക്കും പിന്നെ ഈ പറയുന്ന പൈതൽമല കോഴിക്കോടിലുള്ള 3 ട്രിപ്പാണത്. കാസർഗോഡ് 4 ട്രിപ്പ്, മൊത്തം 10 ട്രിപ്പുകളാണ്. മൊത്തം 10 ട്രിപ്പ്. അതിൽ എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട് 10 ട്രിപ്പ്. എല്ലാ ആഴ്ചയിലും 10. ഈ സീസണൽ ആണെങ്കിൽ എല്ലാ ആഴ്ചയും ഉണ്ടാവും. ഓഫ് സീസൺ ഇപ്പൊ മഴക്കാലൊക്കെ ആണെങ്കിൽ 2 വീക്സ്. മഴക്കാലം ടൂറിസം എങ്ങനെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്? ശരിക്കും നേരത്തെ സാറ് പറഞ്ഞില്ലേ മഴയത്താണ് കേരളം സന്ദർശിക്കുക, അത് ശരിക്കാണ്. അത് ശരിക്കും നമ്മുടെ മൺസൂൺ ടൂറിസം എന്നുള്ളത് കേരള സർക്കാരിന്റെ തന്നെ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ശരിക്കും KSRTC ശരിക്കും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ട്രിപ്പ് ചെയ്യുന്നത് മഴക്കാലത്താണ്. മഴക്കാലത്ത് എങ്ങോട്ടാണ് കൂടുതൽ? കാരണം നമ്മുടെ ട്രിപ്പുകളെല്ലാം ഡിപ്പെൻസ് ഓൺ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഴക്കാലത്ത് എങ്ങോട്ടാണ് കൂടുതൽ പോകുന്നത്? ഈ വാഗമൺ ആയി കഴിഞ്ഞാലും അതുപോലെ ഗവി ആയി കഴിഞ്ഞാലും ശരിക്കും ആ പച്ചപ്പ് ആസ്വദിക്കുന്നതന്നെ നമ്മുടെ കസ്റ്റമേഴ്സും ആ ഒരു രീതിയിലാണ്. കാരണം അഡ്വഞ്ചേഴ്സിൻ്റെ അപ്പുറത്ത് പ്രകൃതി ഭംഗി ആസ്വദിക്കും. നമ്മുടെ സാറ് പരിശോധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ലക്ഷറി ക്രൂയിസ് ഒഴികെ ബാക്കിയെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ട്രിപ്പുകളാണ്. അത് നമുക്ക് സുലഭമാണ്, സമൃദ്ധമാണ്. അതെ. അപ്പൊ അതിന് ഏറ്റവും നല്ല സമയം നമ്മൾ ആ ഡിസംബർ വരെയുള്ള കാലയളവ്. 10,000 പേര് തികയാണല്ലോ, അതിന്റെ വല്ല ആഘോഷം പ്ലാൻ ചെയ്യുന്നുണ്ടോ? എത്ര ട്രിപ്പുകളായി മൊത്തം? ഇപ്പൊ 500 ട്രിപ്പ് പൂർത്തീകരിച്ചു. എത്ര കോടി ലാഭം ഉണ്ടാക്കാൻ പറ്റി കണ്ണൂർ ഡിപ്പോ? ലാഭത്തിന്റെ കണക്ക് എനിക്കറിയില്ല, എന്തായാലും 4 കോടിയോളം വരുമാനം ഉണ്ടാക്കി. 4 കോടി 10,000 പേർ. അതെ അല്ലെ? 500 ട്രിപ്പ്. ആഘോഷമുണ്ടോ? ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ്, അതും യാത്രക്കാരാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു സർക്കാർ സംവിധാനത്തില്, കാരണം നമുക്കൊരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഫണ്ടിങ്ങിന്. അപ്പോൾ യാത്രക്കാരെ ഇങ്ങോട്ട് നമ്മൾ അത് ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയപ്രകാശ് സാറിനെ പോലെ ഇതിനൊരു ടീം തന്നെ യാത്രാ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് യാത്രാ സംഘത്തിന് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടോ? അങ്ങനെ പറയാനൊന്നുമില്ല, എല്ലാവരും ഒരു കൂട്ടായ്മയാണ്. തൻഷർ സാർ പറഞ്ഞ പോലെ പിന്നെ 450-450 ട്രിപ്പ് നമ്മള് ഗംഭീരമായിട്ട് ആഘോഷിക്കും. എങ്ങോട്ടാ 450 പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? പോയതാണ്. അപ്പോൾ ആ ട്രിപ്പിൽ പിന്നെ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയൊരു അഭിമാനമായിരുന്നു. ഞാൻ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ വനിതകൾ ഒരാൾക്ക് ഒരു സ്ത്രീക്ക് പോലും വിശ്വസിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് യാത്ര ചെയ്തതിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഒരുപാട് പേരെ എനിക്കറിയാം. ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ ധൈര്യത്തോടുകൂടി അത്രയും സെക്യൂറാണ് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനമാണ് KSRTCയുടെ ഈ പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 450 ഒരു ഷാളൊക്കെ അനയിക്കുകയും അവർ അംഗീകരിക്കുകയൊക്കെ ചെയ്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ യാത്രക്കാരൻ തന്നെ ആ യാത്രയിൽ ഞാൻ കണ്ടൊരു വല്ലാത്തൊരു പിന്നെ കാഴ്ച, ഒരു മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വനിതയാണ്. അദ്ദേഹം മുഴുവൻ യാത്രക്കാർക്കും തൊപ്പിയും പേനയും കുറിപ്പെഴുതാനുള്ള നോട്ട് പുസ്തകം അടക്കം തന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 450 ട്രിപ്പിൽ അദ്ദേഹത്തെയും കൂടി നമ്മൾ ആദരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. ഈ ക്യാമ്പ് ഫയർ ഒക്കെ സംഘടിപ്പിക്കലുണ്ടോ പോകുന്നിടത്ത്? വാഗമൺ, മൂന്നാർ ട്രിപ്പുകളിൽ ക്യാമ്പ് ഫയർ ഉണ്ട്. യെസ്. അപ്പോൾ അത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പിന്നെ പ്രായമുള്ളവർ മാത്രമല്ല, സാധാരണ ഇതിൽ എനിക്ക് തോന്നുന്നു വിദേശയാത്രകളിലൊക്കെ കൂടുതലും പ്രായമുള്ളവരാണ്. പറഞ്ഞാൽ യാത്രകൾ ഇനി ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആഭ്യന്തര ഈ KSRTCയുടെ യാത്രയിൽ നിലവിൽ പഠിപ്പിച്ചുകൊണ്ട് ടീച്ചേഴ്സ് യൂത്തൊക്കെ വരികയും നേരത്തെ സാറ് പറഞ്ഞ പോലെ പാട്ടുപാട് മാത്രം ഡാൻസ് ചെയ്യുകയും അത് ശരിക്കും ആർമാദിക്കുന്നുണ്ട്, നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? രമേഷ് കുമാർ, ഈ ടൂറിസത്തിൻ്റെ ഈ KSRTC ശരിക്കും നിങ്ങളെപ്പോലുള്ള സംഘടനകളായിട്ട് ടൈപ്പ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെവല് മാറില്ലേ ശരിക്കും? തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ? അത് പോളിസി മാറ്റേഴ്സ്. ബിക്കോസ് നിങ്ങൾ KSRTC അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് സെഗ്മെൻറ്റുള്ള ആൾക്കാരാണല്ലോ. ഇപ്പോൾ ബോട്ട് പ്രശ്നക്കടവിൽ ഏകദേശം 10-20 ബോട്ടുകളുണ്ട്.
അതുപോലെ നീലേശ്വരത്തിന് 19 ബോട്ടുകളുണ്ട്. ഇവർക്ക് ബോട്ടുമായിട്ട് ഒരു വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 3 മണിക്കൂർ 4 മണിക്കൂറോ ബോട്ടിംഗ് കൂടി നിങ്ങൾ അതിൽ ഹൗസ് ബോട്ട് ഉണ്ട് കുമരകത്ത് നമ്മൾ മറ്റു ട്രിപ്പിന് അത് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഉൾപ്പെടുത്തും നിങ്ങൾ ഉൾപ്പെടുത്തും കായികം ഉൾപ്പെടുത്താം. അതുപോലെ പല 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 ഡെസ്റ്റിനേഷൻസും പല പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലപോലെ വിവരീകരിക്കാം. അതിനുള്ള സഹായങ്ങളൊക്കെ നോംടോ നിങ്ങൾക്ക് ചെയ്തുതരാം. നോംടോട് നിങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിൽ ഹാവ് എ ജോയിൻറ്റ് മീറ്റിംഗ് വിൽ കണ്ടക്ട്. നമുക്ക് ടൂറിസത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്യുക, ഇൻബോൺ ടൂറിസം. കൂടുതൽ ആൾക്കാർ കണ്ണൂർ കാണട്ടെ, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ കണ്ണൂരുകാരെ തന്നെ കൂടുതൽ കണ്ണൂർ കാണിക്കാം. കാരണം നമ്മൾ ഈ നിന്ന സ്ഥലമല്ലാതെ അതിന് അപ്പുറത്തേക്ക് ആളുകൾ പോകുന്നില്ല. കണ്ണൂരിൽ തന്നെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കാത്ത ആളുകൾ. അതിനാണ് നോംടോ NNDB നടത്തിയ സമയത്ത് ഒരു ദിവസം പബ്ലിക്കിലേക്ക് വെച്ചത്. പബ്ലിക് ക്യാൻ വിസിറ്റ്, എല്ലാ പേപ്പറും ഉണ്ടായിരുന്നത്. പബ്ലിക് ക്യാൻ വിസിറ്റ് ദ സ്റ്റാൾസ്. പബ്ലിക് കയറട്ടെ. കണ്ണൂരിൽ എത്ര ഹൗസ് ബോട്ട്സ് ഉണ്ട്, കണ്ണൂരിൽ എത്ര ഹോം സ്റ്റേ ഉണ്ട്, കണ്ണൂരിൽ എത്ര ഹോട്ടൽസ് ഉണ്ട്, കണ്ണൂരിൽ എത്ര ആയുർവേദ വെൽനസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ അവർ കൂടി മനസ്സിലാക്കുന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നോംടോനെ B2C, ബിസിനസ് ടു കസ്റ്റമേഴ്സ്, ഒരു ദിവസം പുതിയ പദ്ധതികൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2025 നമ്മൾ പോവുകയാണല്ലോ. എന്താണ് അനൗൺസ് ചെയ്യാൻ ആലോചിക്കുന്ന കാര്യങ്ങൾ? അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇവിടുന്ന് ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ വരിക. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിൽ പോയിട്ട് തിരിച്ചും ട്രെയിനിലേക്ക് വരുന്ന, അങ്ങനെ 2 പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏകദേശ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. വിത്തിൻ 1 മന്തിൽ നമ്മളത് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ 500ലേക്ക് കടക്കാൻ പോവുകയാണ്. 450 ട്രിപ്പ് അല്ലേ? 500 ട്രിപ്പ് പൂർത്തിയായി. 500 പൂർത്തിയായി. പിന്നെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഇവര് നിർബന്ധിക്കുന്നുണ്ട് യാത്രക്കാര് ആഘോഷ പരിപാടികൾ നടത്താൻ. 500ാം ട്രിപ്പിന്റെ ആഘോഷം. അപ്പോൾ ഈ ഒരു ഡിസംബർ എന്ന് പറഞ്ഞ വെക്കേഷനിൽ നല്ല സീസൺ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. കാരണം നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടി അതിൽ നിന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഈ കൂടുതൽ ട്രിപ്പുകൾ വരുമ്പോഴും നമുക്കത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. തിരക്കിലേക്കാണ് കേസ്. നമ്മുടെ സമയം തീർന്നു. പ്രേക്ഷകരെ നല്ല ഒരു യാത്ര ചെയ്ത അനുഭൂതിയാണ്. കാരണം നല്ല 10,000 പേർ, 500 ട്രിപ്പ്, 4 കോടിയുടെ ലാഭം. ഈ KSRTCയെ കുറിച്ച് നെഗറ്റീവ് മാത്രം കേട്ട ശീലമാണ് നമുക്കുള്ളത്. അതിനോടതിന് നമുക്ക് താല്പര്യവും പൊതുവേ. പക്ഷേ ഒരു പോസിറ്റീവാണിത്. ഈ സർക്കാർ സംരക്ഷണയിൽ വിനോദയാത്ര പോകാൻ സാധിക്കാമെന്ന് ചെറിയ കാര്യമല്ല. തനിശ്ശേരി പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാത്തിനും സംവിധാനം ഒരുക്കിയിട്ടാണ് പോകുന്നത്. ചെറിയ കാര്യമല്ല അവർ ചെയ്യുന്നത്, വലിയ കാര്യമാണ്. പഴയ KSRTC അല്ല, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ലെവലിലെ കോർപ്പറേറ്റുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വത്തോടെ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒറ്റക്കും പോവാം, കൂട്ടായും പോകാം. അപ്പോൾ അത് കാണേണ്ടത്, അദ്ദേഹം പറഞ്ഞ ഒരു ആനച്ചന്തം, ആനവണ്ടിയുടെ ആനച്ചന്തത്തോടുകൂടി ആനന്ദകരമായ യാത്രയാണ് KSRTC വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ സംവിധാനത്തോടൊപ്പം ചേരാൻ സാധിച്ചാൽ KSRTC എന്ന വലിയ പ്രസ്ഥാനത്തെ, KSRTC എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും KSRTC നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. മലബാറിൽ അത് അത്ര ആഴത്തിലില്ലെങ്കിലും തെക്കൻ ജില്ലകളിൽ KSRTC ഇല്ലെങ്കിൽ നിശ്ചലമാണ്. കാരണം അവിടെ അത്രയേറെ അതിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. നിങ്ങൾക്കറിയാം, മലയോരത്തേക്ക് പണ്ട് കുടിയാമലയ്ക്കൊക്കെ KSRTC ഉണ്ടായിരുന്നുള്ളൂ, പല ദേശസൽകൃത റൂട്ടുകളിലും. അതുകൊണ്ട് KSRTCക്ക് അതിൻ്റെ ഒരു സുഖമുണ്ട്, KSRTCക്ക് അതിൻ്റെ ഒരു സൗരഭ്യമുണ്ട്, അതിൻ്റെ ഒരു തനിമയുണ്ട്. നമുക്ക് ചേർത്ത് പിടിക്കാം ഈ യാത്രകളിലൂടെ. 500ാം യാത്രയുടെ ആഘോഷം വലിയ നിലക്ക് നടക്കട്ടെ. നമുക്കും ഒപ്പം കൂടാം, ആനന്ദിക്കാം ആനവണ്ടിയോടൊപ്പം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേർരേഖയ്ക്ക് വേണ്ടി വിലപ്പെട്ട സമയം അനുവദിച്ച 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.